എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു വളരെ സ്പെഷ്യൽ യാത്രയാണ്. ഇന്ന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വഴിയാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ? ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ച് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കുതിരാൻ തുരങ്കമാണ്. വളരെ മനോഹരമായൊരു തുരങ്കം. കേരളത്തിൽ ആദ്യത്തെ തുരങ്കപാതയാണ് എന്ന പ്രത്യേകതയാണ് കുതിരാൻ തുരങ്കത്തിനുള്ളത്. ദേശീയപാത 544 പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കപാതയാണ് ഈ കുതിരാൻ തുരങ്കം. കുതിരാൻ മല തുരന്നാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. 2 തുരങ്കങ്ങളുണ്ട്. അതായത് 2 വേയ്ക്ക് വേണ്ടിയുള്ള 2 തുരങ്കങ്ങളാണുള്ളത്. ഒന്ന് ഈ കുതിരാൻ തുരങ്കത്തിന് 920 മീറ്ററാണ് നീളമുള്ളത്. 14 മീറ്റർ വീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. 2 തുരങ്കങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴികൾ ഈ തുരങ്കത്തിനുണ്ടെന്ന് വലിയ പ്രത്യേകത ഇതിലുണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് തുരങ്കങ്ങൾ, പക്ഷേ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത്. വളരെ മനോഹരം. പിന്നെ എന്തോ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ചെറിയൊരു ട്രാഫിക് പ്രശ്നമൊക്കെ ഉണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഇതിനുള്ളിൽ ചെയ്യാനുണ്ട്. അങ്ങനെ കുതിരാൻ തുരങ്കമൊക്കെ കണ്ട് വളരെ മനോഹരമായ ഒരു പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. ഇനി പാലക്കാടിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. എനിക്കറിയില്ല ഈ നാഷണൽ ഹൈവേ സൈഡിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുമെന്ന്. അതോടൊപ്പം തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ വയലുകളും നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പാലക്കാടിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നെല്ലാണ്, വയലാണ്. ഇപ്പോഴും വയലൊക്കെ കാണാൻ സാധിക്കുന്നത് ശരിക്കും പാലക്കാടാണ്. അങ്ങനെ ഞങ്ങൾ പാലക്കാടിന് മുമ്പ് ആലത്തൂരിൽ എത്തി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. നല്ല പച്ചരി ചോറൊക്കെ ഇട്ട് നല്ല ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് പാലക്കാടിൻ്റെ സ്വന്തം ലുലു മാളൊക്കെ കണ്ട്, അതായത് കാഴ്ചപ്പറമ്പ് കണ്ണാടിയിലുള്ള ആ ലുലു മാളൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും.
ഇതിലൂടെ യാത്ര മനോഹരമാണ് കേട്ടോ. കാരണം എല്ലാവരും നല്ല ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇതിലൂടെ യാത്ര. അത് നമുക്ക് വലിയ ഒരു അട്രാക്ഷൻ തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് പാലക്കാടിൻ്റെ സ്വന്തം മെഡിക്കൽ കോളേജാണ്. കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ 2014 കേരള സർക്കാർ പാലക്കാട് ജില്ലയിൽ സ്ഥാപിച്ച മെഡിക്കൽ കോളേജാണിത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. മനോഹരമായ ബിൽഡിങ്ങൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദേശീയ പാതയോരത്ത് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പാലക്കാട് സിറ്റിയിൽ നമ്മൾ ടച്ച് ചെയ്യാതെ പാലക്കാടിലൂടെ നമ്മുടെ പാലക്കാടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് കോയമ്പത്തൂർ ചെല്ലണം. അതുകൊണ്ട് വേറെ എങ്ങും നിർത്താതെയുള്ള യാത്രയാണ്. പാലക്കാടിനെ കുറിച്ച് വിശദമായ ഒരു കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന വീഡിയോസ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. പാലക്കാട് ജില്ലയിൽ നമ്മളിതുവരെ അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പാലക്കാടിൽ പ്രത്യേക ഒരു യാത്രയൊക്കെ സംഘടിപ്പിച്ച് പോയിട്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വാളയാർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. വാളയാർ പരമശിവം, വാളയാർ ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെയുള്ളൊരു ടോളിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം വാളയാറൊക്കെ പാസ് ചെയ്ത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഉടനെ തന്നെ കയറുന്നതായിരിക്കും. വാളയാറിലെത്തുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പാതയെ നമുക്ക് ഹൈവേക്ക് സമാന്തരമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മലബാർ സിമെൻറ്റിൻ്റെ ഫാക്ടറിയൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതൊക്കെ പാസ് ചെയ്താണ് നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് ചെന്നിട്ട് തമിഴ്നാട്ടിലേക്ക് കയറുന്നത്. അങ്ങ് ദൂരെ വെസ്റ്റേൺ ഗാർഡ്സ്, പശ്ചിമഘട്ട മലനിരകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. കേരളത്തിൻ്റെ ബോർഡർ പിന്നിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ടച്ച് ചെയ്തിരിക്കുകയാണ്.
ഇനിയുള്ള യാത്ര അടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിലൂടെയാണ്. കോയമ്പത്തൂർ വലിയ ദൂരമൊന്നുമില്ല, ഒരു 20 മിനിറ്റകം നമ്മൾ കോയമ്പത്തൂർ എത്തുന്നതായിരിക്കും. അങ്ങനെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര അങ്ങനെ തുടരുകയാണ്. തമിഴ്നാട്ടിൽ കയറിയപ്പോൾ നമ്മുടെ റോഡിൻ്റെ ഒരു ഭംഗിയൊക്കെ ഒന്ന് കുറഞ്ഞു. സൈഡിലെ ഡിവൈഡറോ അങ്ങനെയുള്ള കാര്യങ്ങളോ മറ്റേ റോഡിലെ വരകളോ അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. അതിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നല്ല മനോഹരമായ വെസ്റ്റേൺ ഗാർഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കോയമ്പത്തൂർ ടൗണിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട് ഇവിടെ. കേരളത്തിൽ മഴ പെയ്തപ്പോഴും ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു 1/2 കിലോമീറ്ററോളം ഇനി മുന്നോട്ട് പോകണം. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു കാഴ്ചകളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.